കോളയിൽ മദ്യം അങ്ങോട്ട് കൊടുത്ത് അങ്ങനെ കൊടുത്ത് കൊച്ചിനെ ബോധമില്ലാതാക്കി കളഞ്ഞു. എന്നിട്ട് ഈ കൊച്ചിനെ ബൈക്കിൽ അങ്ങാണ്ട് വെച്ച് ഏതോ അവിടെ എങ്ങാണ്ട് ഒരു ലോഡ്ജിലോ അവിടെ എങ്ങാണ്ട് കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ ഇവൾ എതിർത്തുന്നു. നമ്മുടെ കൊച്ചു പിഴച്ചോളെന്നുള്ള ഒരു രീതിയിലാക്കി നാട്ടുകാരും എല്ലാവരും. എന്നിട്ട് ആ രീതിയിലാക്കിക്കൊണ്ട് അവന്മാർ വിലസി നടക്കുന്നുണ്ട്. ഈ പിള്ളേരായിട്ടൊന്നും കൂട്ടുകൂടരുത്, അവന്മാരൊക്കെ ശരിയല്ല, അവന്മാരൊക്കെ കള്ളു കുടിക്കുന്നവന്മാരാ എന്ന് പറയുമ്പം ഇവള് പറയുന്നത് അമ്മയ്ക്ക് എന്തോ അറിയാം, അവരെല്ലാം എൻ്റെ കൂടപ്പുറപ്പ് പോലെയുള്ളൂ. സുലേഖ, ഫുൾ ടൈം വല്ല തിരുപ്പാൻ ലൂണും ഉറക്കൊന്നും ഇല്ല ഇവിടെ തന്നെ ഇരിക്കുന്നത്. അതെന്തോ കാര്യം എന്തോ ഈ കൊച്ചിന്റെ കൂടെ തന്നെ ഇരിക്കുള്ളേ? മോളല്ലേ ഇടയ്ക്കേക്കുന്നേ? ഒരു വർഷമായില്ലേ? ഒരു വർഷമായിട്ട് ഒറ്റ ഇരിപ്പാ. എന്തു പറ്റി മോക്ക്? മോളെ ആക്സിഡന്റ് എന്ന് പറയുന്നു, പക്ഷെ അത് ആക്സിഡന്റ് അല്ല, ഇതൊരു കൊലപാതകം. സുന്ദരി കൊച്ചായിരുന്നല്ലോ, മെഡിക്കുക ജോലി ഉണ്ടായിരുന്നു, ഹൈദരാബാദ് ജോലിയായിരുന്നു, ആയുർവേദ നഴ്സായിട്ട് ജോലി. ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, ഞാൻ ഗൾഫിലായിരുന്നു. സന്ധ്യക്ക് ഇവിടെ താഴെ അപ്പച്ചിയുടെ വീട്ടിലുണ്ടായിരുന്നു, അവൾ അവിടെയാണ് കിടക്കുന്നത്. അപ്പൊ അവള് വൈകിട്ട് ഇതേപോലെ ഇവിടെയുള്ള കൂട്ടുകാർ പിള്ളേർ ഇവളെ വിളിച്ച് ഇങ്ങോട്ടൊന്ന് കയറി വേടിയെന്ന് പറഞ്ഞ് അവള് കയറിപ്പോയി. പിന്നെ അറിയുന്നത് ഇങ്ങനാന്ന്, ആക്സിഡന്റ് ആന്ന്. എന്ന് വെച്ചാൽ അന്ന് വൈകിട്ട്, ഞാൻ എന്നും വൈകിട്ടൊരു 11 മണിയൊക്കെ ആകുമ്പം അവിടുത്തെ ജോലി ഒതുങ്ങുമ്പോൾ ഞാൻ വിളിക്കുന്നതാ രണ്ടുപേരെ. പക്ഷെ അന്നാണെങ്കിൽ എനിക്ക് ഇച്ചിരി ജോലി കൂടുതലുണ്ടായതുകൊണ്ട് ഞാൻ അന്ന് വിളിച്ചില്ല. വിചാരിച്ചു അത്രയും സമയം കൊണ്ട് കുഞ്ഞുങ്ങൾ കിടന്ന് ഉറങ്ങിക്കാണുമല്ലോ എന്ന് വിചാരിച്ചു. പറയുന്നവൻ അത് നമ്മുടെ അയൽവാസിയും ഭർത്താവിന്റെ ബന്ധുവും കൂടിയാ. വീട്ടിൽ പ്രത്യേകിച്ചൊന്നും പറഞ്ഞ മേപ്പോട്ട് കയറി വാടിയെന്ന് പറഞ്ഞു, വിളിച്ചു, ഇവള് കയറിപ്പോയി. എന്ന് വെച്ചാൽ ഇവർക്ക് അത്രയ്ക്ക് വിശ്വാസമാ. എന്ന് വെച്ചാൽ കുഞ്ഞുനാൾ മുതലേ ഇവര് കളിച്ചു വളർന്ന് പിള്ളേരാ. അവളറിയുന്നില്ലല്ലോ ഇവന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചതിയാന്നുള്ളത് അവൾ അറിയുന്നില്ലല്ലോ. വേറൊരുത്തന് പറഞ്ഞിട്ട് വിളിച്ചതാ. പക്ഷെ ഇവളറിയുന്നില്ല ഇങ്ങനൊരു സംഭവം. അന്ന് ഇവളില്ല എന്നും വിളിക്കുമ്പോ ഇങ്ങോട്ട് കയറി വാടി എന്ന് പറഞ്ഞപ്പോ ഇവള് സ്വാഭാവികമായിട്ട് ഇവളങ്ങ് കയറിപ്പോയി. എന്നുവെച്ചാൽ എന്തേലും അതിപ്പോ മിക്ക ദിവസങ്ങളും ഈ പിള്ളേരെല്ലാം മേളിലൊരു വീടുണ്ട്, അവിടെ പോയി ഇരുന്നാൽ കളിക്കുകയും എല്ലാം ചെയ്യുന്നത്. അവൻ അവിടെ മേളിലെങ്ങാണ്ട് ആട്ടോയിലെങ്ങാണ്ട് വന്നിരുന്നെന്ന്. അവൻ വിളിച്ചാ ഇവള് ചെല്ലത്തില്ലെന്ന് അറിയാവുന്നത് കൊണ്ടായിരിക്കാം ഇവനെയും കൊണ്ട് വിളിപ്പിച്ചത്. അവനാണ് ഇതിനകത്ത് എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയി കൊന്നത്, അവൻ തന്നെയാ. കൊച്ചിനെ കൊണ്ട് ഇവന്മാരൊരു ഓട്ടോയിലെങ്ങാണ്ട് വെള്ളിമലയിലോ ഉറുകുന്നിലോ എവിടെയൊക്കെ പോയെന്ന് പറയുന്നു. എവിടെയൊക്കെ പോയെന്നൊന്നും നമുക്ക് ഒരു വിവരവും ഇല്ല. പിന്നെ പലരുടെയും ഈ ഫോണിലെ സംസാരങ്ങൾ വെച്ചാണ് അവൻ ഇങ്ങനെ പറയുന്നത് കേട്ട് കൊച്ചിനെയും കൊണ്ട് ഇവിടെ വെള്ളിമല പോയി, അവിടെ നിന്ന് പിന്നെ ഇവര് ഉറുകുന്നി പോയി. ലോഡ്ജ് എടുത്തെന്നോ എടുക്കാൻ കൊണ്ട് ഇവളെ കൊണ്ടുപോയപ്പോ ഇവള് ഇങ്ങനെ ചതിയാന്ന് മനസ്സിലായപ്പോ ഇവളെ എതിർക്കാൻ ശ്രമിച്ച് അവളെ മദ്യത്തിനകത്ത് കോളയിലോ മദ്യം അങ്ങോട്ട് കൊടുത്ത് അങ്ങനെ കൊടുത്ത് കൊച്ചിനെ ബോധമില്ലാതാക്കി കളഞ്ഞു. എന്നിട്ട് ഈ കൊച്ചിനെ ബൈക്കിൽ അങ്ങാണ്ട് വെച്ച് ഏതോ അവിടെ എങ്ങാണ്ട് ഒരു ലോഡ്ജിലോ അവിടെ എങ്ങാണ്ട് കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ ഇവളെ എതിർത്തപ്പോൾ അവരുടെ അമ്മയ്ക്കും അവരുടെ ഭാര്യയ്ക്കും ഇതിനകത്ത് പങ്കുണ്ടെന്നാ പറയുന്നത്. ഇവരെല്ലാവരും അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ഈ കൊച്ചിനെ, എന്ന് വെച്ചാൽ ഇവളെ ഇങ്ങനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ ഇവളെ എതിർത്തപ്പം അതിന് ഇവളിനി ആരോടും പറഞ്ഞാൽ അതൊരു വേറൊരു വലിയൊരു വിഷയം ആവുമെന്ന് വിചാരിച്ച് ഇവര് കുഞ്ഞിനെ അടിച്ചു കൊന്നതാ. തലയ്ക്ക് അടിച്ചു കൊന്നതാ. കൊന്നിട്ട് ഇവൻ വഴിയിലെങ്ങാണ്ട് കൊണ്ടിട്ടപ്പോഴാണ് ഈ പോലീസുകാർ കണ്ടത്. ഇത് ശരിക്കും പറഞ്ഞു സംഭവം നടന്നത് ഇപ്പൊ ഒരു വർഷമായി. ഞാൻ അന്ന് മുതലേ, ഞാൻ നാട്ടിൽ വന്ന് അന്ന് മുതലേ ഞാൻ ഈ കേസിന്റെ പുറകെ നടക്കുക. എന്നുവെച്ചാൽ തെമ്മല സ്റ്റേഷനിലെ പോലീസുകാരടുത്ത് ചെല്ലുമ്പോ അവര് അത് അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ ഇത് ഒരു തലയ്ക്ക് ഇങ്ങനെ വീഴുമ്പോൾ അങ്ങനെ മുറിവ് പറ്റും,
ഞാൻ പറഞ്ഞു അങ്ങനെ മുറിവ് പറ്റുമെങ്കിൽ ആ ബൈക്കിനും എന്തെങ്കിലും പ്രശ്നം വരണം. ആ ബൈക്കിനും ഒരു പ്രശ്നവുമില്ല. അത് നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് വണ്ടി പോച്ചക്കകത്തങ്ങണ്ടായിരുന്നു വീണത്. അതുകൊണ്ടാണ് ഒന്നും സംഭവിക്കാഞ്ഞത്. അവൻ്റെ കാലിൽ എന്തോ മുറിവുണ്ടല്ലോ എന്ന്. ഞാൻ പറഞ്ഞു അവൻ്റെ കാലിൽ മുറിവുണ്ട്, അവൻ മെഡിക്കൽ കോളേജിൽ പോയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു അവൻ മെഡിക്കൽ കോളേജിൽ പോയതിൻ്റെയും അവൻ ഡോക്ടറെ കാണിച്ചതിൻ്റെയും അവൻ്റെ കാലിന് പൊട്ടലുണ്ടെന്ന് അവർ പറയുന്നു. ഞാൻ പറഞ്ഞു അതിൻ്റെ എക്സ്റേ എടുത്ത് കാണിക്കാൻ പറഞ്ഞു. അന്നേരം അവർക്ക് അങ്ങനെ ഒരു എക്സ്റേ ഇല്ല. അത് കള്ളത്തരം. കൊലപ്പെടുത്തിയ 100% എൻ്റെ കുഞ്ഞിനെ കൊണ്ട് കൊലപ്പെടുത്തിയതാണ്. ദൈവമായിട്ട് എനിക്ക് അത് അന്നേ ഉണ്ട് എൻ്റെ കയ്യിൽ. ഈ ഇത് ഇവിടെ ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം അന്നേ എനിക്ക് ആ സമയത്ത് എനിക്ക് കിട്ടിയ ഓഡിയോ ക്ലിപ്പാണ്. ആ ഒരു ഇത് ഞാൻ തെമ്മല സ്റ്റേഷനിലെ പോലീസുകാരെ ഇത് കാണിച്ചിട്ട് അവരത് തുറന്നു പോലും നോക്കിയിട്ടില്ല. അതേപോലെ ഇവളെ മദ്യം കൊടുത്ത് അവൻ മനഃപൂർവ്വം അവന് വേറെ പ്ലാനായിരുന്നു. അവളെ എതിർത്തപ്പോൾ അവളെ തലയ്ക്ക് അടിച്ചിട്ട് വഴി കൊണ്ടിട്ടേന്ന് പറഞ്ഞു. എല്ലാ തെളിവുകളും നിങ്ങൾക്ക് അനുകൂലമാണല്ലേ? എല്ലാ തെളിവുകളും അനുകൂലമാണെന്ന് പറയാൻ കൊണ്ട് അത് ഇതിൻ്റെ അവന്മാരെ പിടിച്ച് അതിനുള്ള ശിക്ഷ മേടിച്ച് കൊടുത്തെങ്കിൽ മാത്രമേ ഞാൻ ഇതിന് അനുകൂലമൊന്നും പറയാൻ പറ്റത്തുള്ളൂ. ഇതുവരെ ഞാൻ ഇതിൻ്റെ പുറകെ നടന്നു. ഈ 1 വർഷം കൊണ്ട് ഞാൻ ഇതിൻ്റെ പുറകെ നടന്നു. ഞാൻ പിന്നെ ഞാനത് ASIക്ക് കൊടുത്ത് പുനലൂരെ അവരന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് അവരന്വേഷിച്ചില്ല. അന്ന് ഞാൻ കൊണ്ടുകൊടുത്ത് പിന്നെ ഞാൻ അവരെ അങ്ങോട്ട് വിളിച്ചു. മേഡം ഇത് അന്വേഷിച്ച് എന്തെങ്കിലും അല്ലവാ ഒരു സ്റ്റേഷനിൽ കൊണ്ടുവന്ന ഒരു പരാതി കൊടുത്താൽ അവർ നമ്മൾ എല്ലാവരും എൻ്റെ കൺമുന്നിൽ കൂടെ നടപ്പുണ്ട്. നമ്മുടെ കൊച്ചു പിഴച്ചോളെന്നുള്ള ഒരു രീതിയിലാക്കി നാട്ടുകാർ എല്ലാവരും. എന്നിട്ട് ആ രീതിയിലാക്കിക്കൊണ്ട് അവന്മാർ വിലസി നടക്കുന്നുണ്ട്. എനിക്ക് ഇല്ലാതെ പോയത്. പക്ഷെ ഇതിന് കറക്റ്റായിട്ടുള്ള ഇതിൻ്റെ തീരുമാനം അറിയുന്നിടം വരെ ഞാൻ ഇതിൻ്റെ പുറകെ തന്നെ കാണും. അതല്ല ഞാൻ കൊണ്ടുവെക്കുന്നതാ. ഞങ്ങള് ഭയങ്കര കൂട്ടുകാരെ പോലെ ആയിരുന്നു. ഞാൻ എന്നും ജോലിക്ക് പോയിട്ട് വരുമ്പം ഇങ്ങനെ കൊണ്ടുവരും. 2 പേർക്കും കൊണ്ടുവരും. ഇളയവളുണ്ട്, ഇതിന്റെ ഇളയതുണ്ട്. അവള് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അല്ല പണ്ട് മുതലേ ഞാൻ പറയുമായിരുന്നു ഈ പിള്ളേരായിട്ടൊന്നും കൂട്ടുകൂടരുത്, അവന്മാരൊക്കെ ശരിയല്ല, അവന്മാരൊക്കെ കള്ളു കുടിക്കുന്നവന്മാരാ എന്ന് പറയുമ്പം ഇവള് പറയുന്നത് അത് അമ്മയ്ക്ക് എന്തോ അറിയാം, അവരെല്ലാം എൻ്റെ കൂടപ്പുറപ്പ് പോലെയുള്ളു. അങ്ങനെ വിചാരിച്ച അവള് എവിടെ പോണെങ്കിലും ഒരമ്പലത്തിൽ പോണെങ്കിലും പറയാം ആരൊക്കെ ഉണ്ടടിയും ചോദിക്കുക. ഉണ്ട് 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 എല്ലാവരും ഉണ്ട്. അങ്ങനെ അവള് പറയുന്നത്. ഞാൻ പറയും ഇങ്ങനെ ഇവന്മാരൊക്കെ കള്ളു പിടിച്ചിട്ട് എവിടെയെങ്കിലും പോയിട്ട് നീയൊക്കെ സൂക്ഷിക്കണം. അമ്മയ്ക്ക് എന്തോ അമ്മ എന്തോ പണ്ടത്തെ കാലത്ത് ജീവിക്കുന്ന ഇപ്പോഴും കാണാനൊരു കാഴ്ചയല്ലേ. ഇപ്പൊ നേരം വെളുക്കുമ്പോഴെല്ലാം അവളെ കണ്ടോണ്ടിരിക്കുമല്ലയോ. വല്ലാത്തൊരു വേഷമല്ലേ, മറന്നിട്ടില്ല ഇപ്പോഴും ഓർമ്മ മനസ്സിൽ തന്നെ. അതെങ്ങനാ, ഞാനൊരു തള്ളയല്ലേ, വളർത്തി ഇത്രയും കൊണ്ടുവന്ന് പഠിപ്പിച്ച് ഒരു ജോലിയൊക്കെ എടുത്ത് എനിക്ക് മറക്കാൻ പറ്റുമോ? ഞാൻ മരിക്കും കാലം വരെ എനിക്കിനി ഇത് ഞാനെങ്ങനെ മറക്കും? എന്തായാലും ഒരു തീരുമാനം ഉണ്ടാവുന്നവരെ ഇവിടെ തന്നെ കാണുമല്ലേ, അവൾക്ക് കൂട്ടായിട്ട് കാണുമല്ലേ? ഒരു തീരുമാനം ഉണ്ടാകുന്ന വരെ ഞാൻ ഇത് കാണും. അല്ലാതെ രാവിലെ വീട്ടിലെ ഇവിടെ ഇവിടെ കാണാൻ വേണ്ടി വരുമോ? ഞാനെപ്പോഴും ഞാൻ ഇവിടെ വീട്ടിലെപ്പോഴും ഉണ്ടെങ്കിൽ ഞാൻ വരും. എന്നെ നോക്കേണ്ടവള് ഈ രീതി കിടക്കുമ്പം 19 വയസ്സേ ഉള്ളൂ അല്ലേ? അതിന് പോയിട്ട് പോയി വെളിയിലൊക്കെ പോയിട്ട് ഇപ്പോഴും മുട്ടായി മേടിച്ചു കൊടുക്കും. ഞാൻ എവിടെ പോയിട്ട് വന്നാലും 2 പേർക്കും കൊണ്ടുകൊടുക്കും. അത് പണ്ട് മുതലേ ഉള്ളതാ. ഞാൻ എന്ന് എങ്ങോട്ട് തിരിഞ്ഞാലും തിരിച്ചു കയറി വരുമ്പം എന്തെങ്കിലും ഒരു മുട്ടായി എങ്കിലും കാണാതെ വരത്തില്ല. ഞങ്ങളൊന്ന് കാണട്ടെ, അവക്കൊന്ന് കൊടുത്തേ. എന്തായാലും അമ്മ അവക്ക് വേണ്ടി തന്നെ ഇവിടെ തന്നെ ഉണ്ടല്ലേ. ആരും എല്ലാവരും മറന്നാലും അമ്മയ്ക്ക് മറക്കാൻ ഒക്കത്തില്ലല്ലേ? അതെങ്ങനെ മറക്കും? നല്ല ചിരിയൊക്കെ നല്ല പിടിക്കാറുള്ള ആള് അല്ലേ? ഇതൊക്കെ എത്ര വയസ്സ് എടുത്ത ഫോട്ടോ? ഇത് 19 വയസ്സ് ലാസ്റ്റ് സമയത്ത് എടുത്ത ഫോട്ടോയോ, കൊട്ടാരക്കര അമ്പലത്തില്. അതും കൂട്ടുകാർ പിള്ളേർ കൂടെ പോയി എടുത്തതാ. അത് ഇങ്ങനെ കുറെ കൂട്ടുകാർ, ഇഷ്ടം പോലെ കൂട്ടുകാരുണ്ട്, ഇഷ്ടം പോലെ. എല്ലാവരും അവർക്ക് സുഹൃത്തുക്കളും ആങ്ങളമാരും സഹോദരങ്ങളും എല്ലാം ഇങ്ങനെ കൊണ്ട് വെച്ച് അതിക്കുമെന്ന് അവൾ അറിഞ്ഞില്ലല്ലോ. എന്തായാലും അവളുടെ ആത്മാവിൽ കാണുന്നുണ്ട്. എന്തായാലും തെളി ഇന്നലെ നാളെ തെളി അതിനുള്ള ലക്ഷണമായി ഇപ്പം കേട്ടോ. വിഷമിക്കണ്ട.
ഈ അമ്മയുടെ കണ്ണീരിനെ ഇത് പരിഹാരം ആവാറായി. അവള് സ്വപ്നത്തിലൊക്കെ വരാറുണ്ടോ? ഇതുവരെ കാണിച്ചിട്ടില്ല. കാണിച്ചിട്ടില്ല. എന്നുവെച്ചാൽ ഞാൻ വഴക്ക് പറയുന്നുള്ള ഇതുകൊണ്ടായിരിക്കും. എന്നുവെച്ചാൽ ഞാൻ പണ്ട് മുതലേ പറഞ്ഞു കൂട്ടുകെട്ട് ശരിയല്ല. അന്നേ വാണിംഗ് കൊടുത്തിട്ടുണ്ടല്ലോ കൊണ്ടുപോയില്ലേ? മോശം കൂട്ടുകെട്ട് പോരെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവള് പക്ഷെ അവള് പോകണ്ടായിരുന്നു അല്ലേ? ദൈവം തമ്പുരാൻ അങ്ങനെ ആയിരിക്കും അവൾക്ക് വിധിച്ചത്.